ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം മാഷാ അല്ലാ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ 1K സബ്സ്ക്രൈബറായി. അപ്പം നിങ്ങളെല്ലാവരും ഇതുവരേക്കും തന്ന സപ്പോർട്ടിൻ്റെയൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളിൽ നിന്നൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ടും കാണുക, പിന്നെന്താ പറയുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ 1K ആയ സന്തോഷത്തിൽ ഒരു മധുരത്തിൽ നിന്ന് തുടങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ 2 കപ്പ് ചെറുപയർ പരിപ്പുണ്ടല്ലോ, അത് വറക്കണ രംഗപ്പം നിങ്ങൾ കണ്ടത് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഈ സംസാരമൊക്കെ വന്നത്. അപ്പോൾ നല്ലോണം നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ അടുപ്പത്ത് കുറച്ച് ശർക്കര മെൽറ്റാൻ വെച്ചിരിക്കണം. അപ്പോൾ 2 കപ്പ് ചെറുപയർ പരിപ്പിക്ക് ഒരു 600 ഗ്രാം ശർക്കര മെൽറ്റാക്കാൻ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ചെറുപയർ പരിപ്പൊക്കെ വറവായി വന്നു. എന്നിട്ട് ഞാൻ കഴുകിയാണ്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ വറുത്തിട്ടാട്ടെ കഴുകിയത്. നമുക്കൊരു കുക്കറിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ 1 കപ്പ് ചെറുപയർ പരിപ്പാണെങ്കിൽ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ 2 കപ്പ് ചെറുപയർ പരിപ്പിക്ക് 6 കപ്പ് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുത്തത്. കപ്പ് പറഞ്ഞാൽ നമ്മൾ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടല്ലോ, ആ കപ്പ് വെച്ചാണ്ട് 6 കപ്പ് വെള്ളം. ഇത് 1K സബ്സ്ക്രൈബർ ആയി എന്ന് കണ്ടപ്പോഴേ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു മധുരം ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ 2-3 വിസിൽ വന്ന് ഓഫ് ചെയ്ത് പിന്നെ ഞാൻ അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് കേട്ടോ പിന്നത്തെ കാഴ്ച. എന്നിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം ചെറുപയർ പരിപ്പ് വെന്തിക്കണം. നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് അരിച്ചിങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം 1 കപ്പിന് 300 ഗ്രാം ശർക്കര വെച്ചിങ്ങാണ്ട് അങ്ങനെ എടുത്ത് 2 കപ്പിന് 600 ഗ്രാം അങ്ങനെ അത് ഒഴിച്ചെടുത്തങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനൊരു കേക്ക് ഫ്രിഡ്ജിലേ കസ്റ്റമർ ആദ്യം ഒരു കേക്ക് റെഡ് വെൽവെറ്റ് പറഞ്ഞിനി, പിന്നെ മാറ്റി പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ അത് ഉണ്ടാക്കിയും വെച്ചു. ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇനി. അപ്പോൾ ഞാൻ എന്താട്ടി അതും പെട്ടെന്ന് തട്ടിക്കൂട്ടി ഞാനൊരു കേക്കും ആക്കിന്ന്. ഇനി നമുക്കിതൊക്കെ ഒരു 2ാം പാലുണ്ടല്ലോ, ആ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് തിളച്ച് കഴിഞ്ഞിട്ട് 1ാം പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിലുള്ള ക്ലിപ്പൊക്കെ എൻ്റെ അടുത്ത് പോയതാണ്. സന്തോഷം കൊണ്ടാണ് എന്താണ് വീഡിയോ എടുത്തിട്ടൊന്നും ശരിയാണില്ല. അതേപോലെ ഇതൊക്കെ ചുക്കും നല്ല ജീരകവും ഏലക്കായും ഞാൻ പൊടിച്ചിട്ടിക്കണ്, അതും ഇതിൽ പെട്ടിട്ടില്ല. നമ്മൾ ഉണ്ടാക്കണോലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇടട്ടോ. ചുക്ക്, നല്ല ജീരകം, പിന്നെ ഇപ്പം എന്താ ഏലക്കായി. അപ്പോൾ പിന്നെ 1ാം പാൽ ഒഴിച്ചാൽ പിന്നെ തിളക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് ഇതും വറവിട്ടുങ്ങാണ്ട് അത് ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ നമ്മളെ പായസം റെഡിയായി. തട്ടിക്കൂട്ട് പായസം കേട്ടോ. ഒരു തേങ്ങൻ്റെ പാൽ വെച്ചിങ്ങാണ്ടാട്ടോ ഞാൻ ചെയ്തത്. ഇതൊക്കെ നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കണ അരി ഉണ്ടല്ലോ, അതും കുറച്ച് കൂട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. അതൊന്നും കൂട്ടാനും ടൈമില്ല. പിന്നെയാണ് എനിക്ക് ഓർത്തത് റബ്ബേ അതും കുറച്ച് ചേർത്താൽ മതിയല്ലോ. അതൊന്നപ്പോൾ എനിക്ക് ഓർമ്മയില്ലേ ഇനി. അപ്പം അങ്ങനെ പായസം റെഡിയായി. അപ്പം നിങ്ങൾക്ക് ആർക്കും തരാനൊന്നും കഴിയണില്ലല്ലോ. അപ്പോൾ ആ സങ്കടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാവരും ഈ സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരുക. അങ്ങനെ ഞാൻ കുറച്ച് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടി ഇങ്ങോട്ട് ഒരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ കേക്ക് കട്ട് ചെയ്താൽ മതി. 1/2 കിലോൻ്റെ കേക്കേനി പെട്ടെന്ന് തട്ടിക്കൂട്ടി ഞാൻ ക്രം കോട്ട് ചെയ്ത് വെച്ച കേക്കേനി. പിന്നെ വേഗം ഫുള്ള് ഫിനിഷ് ചെയ്ത് കണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് മുറിച്ചെടുത്താൽ മതി പറഞ്ഞു ഇനി മക്കളോട്. അപ്പോൾ മക്കൾ പറഞ്ഞേ പറ്റൂല മെച്ചി പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഈ പായസം ഉണ്ടാക്കിയത്. അത് പിന്നെ 1/2 കിലോൻ്റെ കേക്കേനി. ഇവൽക്കന്നെ തികയില്ലല്ലോ 1/2 കിലോനൊന്നും. കേക്ക് നമ്മളെപ്പോഴും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, അത് ഓൽക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഓൽക്ക് മനസ്സ് കഴിഞ്ഞൊന്ന് കഴിക്കാൻ. അപ്പോൾ 1/2 കിലോനാണെങ്കിൽ അതെങ്കിലും അത് വിചാരിച്ച് കണ്ടാൽ ഞാൻ പെട്ടെന്ന് റെഡിയാക്കിയതാണ്. അങ്ങനെ പായസമൊക്കെ ചൂട് കൊടുക്കാൻ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു കൊടുത്തിക്കണേ. അപ്പം ഇനി എല്ലാവർക്കും കൊടുക്കട്ടെ. അപ്പം സന്തോഷത്തിൻ്റെ മധുരമാണ് ഇട്ടത്. അപ്പോൾ കാക്ക ഇവിടെ അല്ല, കാക്ക വന്നിട്ടില്ല. അപ്പോൾ ആ കേക്ക് കട്ട് ചെയ്യണമെങ്കിൽ കാക്ക വരട്ടെ വിചാരിച്ചാണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ മരുഭൊക്കെ കഴിഞ്ഞാൽ പിന്നെ കാക്ക വരുന്നത്. അപ്പം കേക്ക് കട്ട് ചെയ്ത് ഇറങ്ങാട്ടത്. ചെറുതാണെങ്കിലും നമുക്ക് 1K ആണെങ്കിലും അതിനൊരു സന്തോഷം ഉണ്ടല്ലോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തു. ചെറിയ കേക്കാണെങ്കിലും ഓൽക്ക് കഴിക്കാൻ തന്നെ ഉള്ളൂ. അപ്പം ഇൻഷാ അല്ലാ നമുക്ക് വലിയ കേക്കൊക്കെ മുറിക്കണം. അതിന് പഠിച്ചവൻ തൗഫീക്ക് നൽകട്ടെ. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തപ്പോഴേ അത് നല്ല ഉറക്കമാണ് കേട്ടോ. അവന് പകൽ ഉറങ്ങാത്തതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിക്കണം. ആദ്യമാണെങ്കിൽ പകൽ ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ അവൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അവൻ്റെ ഒരു കുറവുണ്ട് ഇതിൽ. അങ്ങനെ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോസിൽ കാണാം. അസ്സലാമു അലൈക്കും.